അപ്പോൾ നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ ഇന്ന ആക്ടറിൻ്റെ കൂടെ അഭിനയിക്കണം എന്ന ആഗ്രഹമുള്ള ആക്ടറാണ്. മാത്രം തേപ്പ് ഹരിക്ക് കിട്ടിയിട്ടുണ്ട്. കോഴി എറണാകുളത്തിൽ ഇന്റർവ്യൂവിന് പോയപ്പം എന്റെ സ്വപ്നത്തിലുള്ള ഒരു സുന്ദരിയായ കുട്ടിയെ ഞാൻ കണ്ടു. എന്റെ കൂടെ സഹകരിച്ചാൽ നമ്മളെ വിളിച്ചായിരുന്നെങ്കിൽ പോകായിരുന്നു. വസന്തം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഭയങ്കര പോയത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ ഇന്ന ആക്ടറിൻ്റെ കൂടെ അഭിനയിക്കണം എന്ന ആഗ്രഹമുള്ള ആക്ടറാണ്. ഒരുപാട് പേരുണ്ട്, എല്ലാവരുടെ അഭിനയിച്ച കൊള്ളാതുണ്ട്. ആക്ട്രസിന്റെ മലയാളമാണ്. ഏത് ലാംഗ്വേജ് ആയാലും കുഴപ്പമില്ല. ഏത് ലാംഗ്വേജ് ആയാലും കുഴപ്പമില്ലല്ലേ. എനിക്ക് അങ്ങനെ മലയാളത്തിൽ നീ ഇംഗ്ലീഷിൽ പറ. പേരറിയത്തില്ല, സിനിമ കണ്ടിട്ടേ ഉള്ളത്. ലുക്കൊക്കെ വേണം പറഞ്ഞ കണ്ണാടിയൊക്കെ ഇടും. മറ്റേത് ഇത്രയും ആലോചന ഒരു ആക്ട്രസിന്റെ പേര് പറയും. ചുമ്മാതെ ക്യാമറ കട്ട് ചെയ്യട്ടെ. അത്ര പെണ്ണുങ്ങളുടെ പേര് പറയുന്നറിയോ? പെണ്ണുങ്ങളെ വീട് വെച്ചിട്ടാണ് വഴി പറഞ്ഞത്. ഇതൊന്നും അല്ല. അപ്പൊ ഞാൻ പിന്നെ ഒരു വഴി പറയുമ്പോ നാളെ നീയാ അങ്ങനെയൊക്കെ ചോദിക്കും. അതുകൊണ്ടൊരു പേടിയാ. നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെ നിങ്ങൾ ഓൾറെഡി ആക്ടിങ്ങിലേക്ക് നോക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് പറയാം. ഹരിയാടെ കുറെ സ്റ്റോറീസ് മേക്ക് ചെയ്ത് ചെറുതായിട്ട് അനസിന് സമന്തമായിട്ട് അഭിനയിക്കാനാണ് ഇഷ്ടം. എനിക്ക് മറ്റേ മീനാക്ഷി ചൗധരി എന്നൊരു കുട്ടിയുണ്ട്, മറ്റേ ഈ ലക്കി ഭാസ്കർ. നിങ്ങളിപ്പോൾ നേരത്തെ സിംഗിൾ ആണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന പ്രണയങ്ങൾ പറടാ, നീ ഒരു സൈഡിൽ തുടങ്ങി. പൊതുവെ പറയുന്ന ഫുഡ് കഴിച്ചാടാ നീ? ഇരിക്കുകയാണോ? അല്ല, അങ്ങനല്ല. ഞങ്ങൾ പൊതുവെ പാസ്റ്റ് അങ്ങനെ ഓർത്ത് വെക്കാറില്ല. കാര്യം ഞങ്ങൾ പാസ്റ്റ് ഞങ്ങൾക്ക് പറയാൻ വഴുതി പോകുന്നു. അല്ല, ഒരു പാസ്റ്റ് ഇപ്പോൾ ഒരു ക്യാമറ നമുക്ക് പാസ്റ്റ് നമുക്ക് പറയാൻ പറ്റും. നമ്മളത് പക്ഷേ അത് മറന്ന് വരേണ്ടുന്ന ടൈം ഒരു 6 മാസം, ചിലപ്പോൾ 1 ഇയർ, ചിലപ്പോൾ 2 ഇയർ അതായിരിക്കും. പെട്ടെന്നൊരു പറയുമ്പോഴത്തേക്കും മറക്കാൻ ഞാൻ അങ്ങനെ ലവ് സ്റ്റോറീസ് ഒന്നും പറയാറൊന്നുമില്ല. കാര്യം അത് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഞാനങ്ങനെ ചിന്തിക്കാറില്ല. പിന്നെ അത് പിന്നീട് എന്നെ കുറിച്ചാണോ ഇനി അങ്ങനെ ആക്കടാ. ഇല്ല, അങ്ങനൊന്നും ഇല്ല. നമുക്ക് ആ സൈഡിൽ ഇല്ല, അങ്ങനില്ല. സോഹം പറയും. എനിക്ക് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു, ഹിന്ദു ആയിരുന്നു. അപ്പം അവരുമായിട്ട് സമ്മതിക്കണില്ല. അത് ഇപ്പം കമ്മ്യൂണിക്കേഷൻ കുറവാണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ല. എനിക്കുണ്ട്. സ്റ്റോറി പറയും. സത്യം പറഞ്ഞാൽ കുട്ടി എന്നിൽ നിന്ന് പോയതാണ്. എന്ന് വെച്ചാൽ കളഞ്ഞിട്ട് പോയതാണ്. എന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന കോളേജ് തമിഴ്നാട് ഈറോഡിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഈറോഡിൽ പഠിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഈ കൊച്ച് അവിടെ ടീച്ചറിൻ്റെ കൂടെ വന്നൊരു കൊച്ചായിരുന്നു. ടീച്ചറിൻ്റെ കൂടെ അവിടെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന കൊച്ചാണ്. ഈ കൊച്ച് കോളേജിൽ വരും. ഇപ്പോൾ ഞാൻ കണ്ട് തമിഴ് അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് കമ്പനിയായി. അങ്ങനെ കമ്പനിയൊക്കെ ആയിക്കൊണ്ടിരിക്കുക. കമ്പനിയൊക്കെ ആയി. ഇപ്പം ഞാൻ ഈ കൊച്ചു ആളറിയാതെ ഞങ്ങൾ റാഗ് ചെയ്തു. അങ്ങനെ കമ്പനിയായത്. അങ്ങനെ കമ്പനിയായി. പിന്നെ ഞങ്ങൾ സംസാരിച്ച് പിന്നെ ഫോൺ ആ സമയത്ത് മറ്റേ കീപ്പേഡ് സെറ്റല്ലേ, ചാറ്റിംഗ് ഒക്കെ ആയി. ചാറ്റിംഗ് പോയി കൊച്ചിൻ്റെ അടുത്ത് ദിവസം പറഞ്ഞ് മുല്ലപ്പൂ മേടിച്ചിരുന്നു വെച്ച്. അങ്ങനെ ഞാൻ പറഞ്ഞു അത് മുല്ലപ്പൂക്ക് മേടിച്ച് കൊടുത്ത്. അങ്ങനെ ഞങ്ങളൊരു ഞാൻ ഇവിടെ പോയി ചെന്ന് മറ്റേ ഇനി ശ്രീനിവാസന്റെ പടമില്ലേ പ്രണയോ, ആ പടം ഇനി ശ്രീനിവാസന്റെ ഫുള്ള് പെട്ടെന്നല്ല. ചെന്നൈ കൊച്ച് പോകുന്ന പനി വന്ന് തലയിറങ്ങി തലയെ വീണ് തലയിടിച്ച് ബോധം പോയി. അങ്ങനെ ആ കൊച്ചി ഞങ്ങൾ പിന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞു. ഭയങ്കര വിഷമത്തിലൊക്കെ കരഞ്ഞു പോയി. പിന്നെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു. നിന്റെ കല്യാണം കഴിഞ്ഞാ? എന്റെ കല്യാണം കഴിഞ്ഞില്ല. ക്ലൈമാക്സ് എത്തിയില്ലല്ലേ? അങ്ങനെ ഞാൻ എറണാകുളത്തിൽ ഇന്റർവ്യൂവിന് പോയപ്പം എന്റെ സ്വപ്നത്തിലുള്ള ഒരു സുന്ദരിയായ കുട്ടിയെ ഞാൻ കണ്ടു. ബാക്കി പറ. ഇന്റർവ്യൂവിന് കൊച്ചിൻ്റെ അടുത്ത് വെച്ച് ഞാൻ കൊച്ചിൻ കേൾക്കൊണ്ടേ കൊച്ചായിരുന്നു. അങ്ങനെ അവിടെ വരെ എത്തിയിട്ടില്ല. അവിടെ വരെ എത്താൻ ആഗ്രഹിക്കുന്നു. നാട്ടിലുണ്ടെ കേൾക്കുന്നുണ്ട്. ഒരു നീല ചുരിദാറാ. നീല എന്തിട്ടേക്കുന്നുണ്ട്? വെള്ള
ഒരു ശരിക്കും പറ, ഹരി പറ. ശരിക്കും എന്ത് ലൈൻ ഉണ്ടായിരുന്നു, തേച്ച് പോയി, പിന്നെ തേച്ച് പിന്നെയും പോയി, പിന്നെ ഞാനല്ല അവര്. പിന്നെ ആദ്യമൊക്കെ മാത്രം തേപ്പ് ഹരിക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടോന്നോ ചിന്തി പറയുന്ന ലിസ്റ്റ് എടുക്കാൻ ഇഷ്ടം പോലുണ്ട്. എത്രയുണ്ടാവും ഏതാണ്ട് റൗണ്ട് ചെയ്താലും? കൊച്ചിലോട്ടുള്ള കണക്കാണ്. എന്തുവാ കൈ ഒന്ന് എനിക്ക് LKG ഉണ്ടോ? ഇല്ല അങ്ങനൊന്നുമില്ല, ഒന്നുകൂടെ പോരട്ടെ, ഒന്നുകൂടെ കറക്റ്റ്. അനസ് വഴുതി മാറുന്ന ഹരിയാണ് കൂടുതൽ വഴുതി ഞാൻ പറയുന്നുണ്ടല്ലോ. ഒരു കള്ള കഥയും പറഞ്ഞു. എനിക്ക് അങ്ങനെ പറയാനുള്ള കഥയൊന്നും ഇല്ല. ഇല്ല. പഠിക്കുന്ന കാലത്തൊന്നും പഠിക്കുന്നതുണ്ടായിരുന്നു. പഠിക്കുന്ന കാലത്ത് പഠിച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞ്, അപ്പം 10ാം ക്ലാസ് പഠിക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞ് ലൈനായി. 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ ശേഷം കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല. +2 പഠിക്കാനായിട്ട് ലൈനായി. +2 കഴിഞ്ഞ ശേഷം ഞാൻ കണ്ടിട്ടില്ല. കൊച്ചിനെ പ്രണയിച്ച് കൊല്ലോ പോകുമല്ലോ. പിന്നെ ആ സമയത്ത് നമുക്ക് ഫോണൊന്നും ഇല്ലേ. മറ്റേ ഈ ക്രിസ്മസ് കാർഡിനകത്ത് എഴുതി കൊടുക്കും, ഓട്ടോഗ്രാഫി ചെയ്ത് എന്നെ മറന്നാലും BA മറന്നാലും എന്നെ മറക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് എഴുതി തരും. പക്ഷെ എന്നെയൊക്കെ മറന്നാൽ വരാം. ഈ ഇടയ്ക്ക് വെച്ച് എൻ്റെ പഴയൊരു കൊച്ചിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര വലിയ പ്രേമത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെ കൊച്ചി ഇടയ്ക്ക് വെച്ച് വേറെ ഒരുത്തനോട് കല്യാണം കഴിഞ്ഞ് പോയി. ഈ കൊച്ചി ഇപ്പോൾ ഈ ഇടയ്ക്ക് അതിനുശേഷം എന്തൊക്കെ പറഞ്ഞാൽ വെച്ചാൽ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, നിനക്ക് ഇങ്ങനെ നടക്കത്തോളൂ, എന്നെ നോക്കാനുള്ളതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ പോയത്. ഈ ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് എൻ്റെ ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ മെസ്സേജ്. ഇപ്പോഴത്തെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. സന്തോഷം കൂടുന്നു. അങ്ങനെ നിങ്ങളെ നേരത്തെ തളർത്തിയ അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ പിന്നെ തിരിച്ചു വന്നിട്ട് അപ്രിഷ്യേറ്റ് ചെയ്ത അങ്ങനെ അത് എല്ലാരും ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. ഇപ്പൊ എല്ലാരും ഭയങ്കര പോസിറ്റീവ്. എപ്പം വേണമെങ്കിലും നെഗറ്റീവ് ആവാം. അതെ അതെ, ചെറിയ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഭയങ്കര ഇതായിരുന്നു. എല്ലാം എന്താ പറയുക, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല, ഇതൊക്കെ ഇങ്ങനെ നീ ജോലിക്ക് പോകും എന്നൊക്കെ പറയാൻ സാധിക്കും. അവർ തന്നെ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ അവിടുത്തെ പരിപാടികളൊക്കെ വേണ്ട കാണണേ അവിടെ. എന്നാൽ ശരി കാണാം. അവിടെ വീടിൻ്റെ അവിടെ സ്ഥലം, അവിടുത്തെ കുറച്ച് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് ഇനി ചെന്ന് കയറി കൂടെ അമ്മല്ലാവിടെ പിടിച്ചു വെച്ച് ഇടിക്കും. കഷ്ടമായിരിക്കുന്നത് ഞാൻ അങ്ങനെ പറയത്തില്ല. എല്ലാവരും പൊതുവെ എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ എല്ലാവരും ഒരു ചെയ്യുമല്ലോ. പിന്നെ നമ്മൾ ചെയ്തു വരുമ്പം കണ്ടു വരുമ്പോഴാണ് നമ്മളെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഫസ്റ്റ് ടൈമിലൊക്കെ ആരും കാണുമ്പോൾ അത് പറയും. അല്ലെ നമ്മൾ ഇങ്ങനെ ആദ്യമൊക്കെ നമ്മുടെ അക്സെപ്റ്റൻസിൽ കുറച്ചും കൂടെ ചിരി കിട്ടും നമുക്ക്. അപ്പോൾ ആളുകൾ ഫസ്റ്റിൽ ഞാൻ തുടക്കത്തിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആളുകൾ നമ്മൾ പെട്ടെന്ന് നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല, ടൈം എടുക്കും. പക്ഷെ നമ്മളതിന് കണ്ടിന്യൂസ് നമ്മൾ വർക്ക് ചെയ്ത് പോകുമ്പോഴായിരിക്കും നമ്മളെ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട് തുടങ്ങുക. നമ്മൾ മുഖം കുറച്ചും കൂടെ കണ്ട് വരുമ്പം ഇവരിൽ എന്തെങ്കിലും കാണുമെന്ന് വെച്ചൊന്ന് കണ്ടു നോക്കുമ്പോഴായിരിക്കും അതിനകത്തുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് ഇഷ്ടപ്പെടുന്നത്. അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളെ ആളുകൾ പിന്നെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനസ്സ് ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കും. നേരത്തെ കണ്ടന്റ് ക്രിയേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഒരുപാട് എക്സ്പീരിയൻസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. നേരത്തെ മുമ്പ് എന്തെങ്കിലും അങ്ങനത്തെ ബാഡ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അനുഭവിച്ച എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു? അനുഭവം ഇഷ്ടംപോലെ അനുഭവിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ഈ 1 ഇയറും ഇല്ലേ കയ്യിലുള്ള കിട്ടി. അപ്പോൾ നമ്മളെല്ലാം ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പൊതുവേ നമ്മൾ ഈ നിൽക്കുന്ന ഹരിയായാലും മീൻസ് ശ്യാമായാലും സോഹനായാലും എല്ലാവരും ആയാലും ശരി തന്നെ. പൊതുവേ നമ്മളിങ്ങനെ വീഡിയോ ക്രിയേഷൻ മാത്രമല്ല, അതിൻ്റെ ബാക്കിൽ കുറേ സ്ട്രഗിളിങ് ഉണ്ട്. മീൻസ് ഫാമിലി ബേസ് ആയാലും ശരി തന്നെ കുറേ കാര്യങ്ങളിലും സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ബേസിക്കലി എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകുന്നു, അതെങ്ങനെ എവിടം വരെ എത്തും എന്നുള്ളത് നോക്കിയിരിക്കുകയാണ് നമ്മൾ. മിതാലിയിലേക്ക് എങ്ങനെ എത്തുന്നത്? മിതാലി എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ശരൺ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആളിങ്ങനെ എനിക്കൊരു സ്റ്റോറി അയച്ചു തന്നു, ഇങ്ങനെ ആളെ നോക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് എന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഈ കോമഡി മാസ്റ്റേഴ്സിൻ്റെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരിക. ഞാൻ പറഞ്ഞു ഇപ്പം കയറാമെന്ന് പറഞ്ഞു. കയറി ചന്തുച്ചേട്ടൻ എൻ്റെ അടുത്തൊരു ഇത് ചെയ്ത് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് ചെയ്ത് കാണിച്ചു. ചന്തുച്ചേട്ടനാണ് എന്നെ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ആയി. ഹരി +2 കഴിഞ്ഞിട്ട് BBA നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് പോയി. പിന്നെ RS കോഴ്സ് പഠിക്കാൻ പോയി. ഇഷ്ടംപോലെ കോഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഡിഗ്രി ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാം കംപ്ലീറ്റഡ് ആയി. RS GED ഇതെല്ലാം കംപ്ലീറ്റഡ് ആയി. ഇതൊക്കെ മറ്റേ ഈ PMK കോഴ്സ് പഠിക്കാൻ പോയിരുന്നു. അത് 1 വർഷത്തെ കോഴ്സ് ആയിരിക്കും, 6 മാസത്തെ കോഴ്സ് ആയിരിക്കും. ചുമ്മാ പോയി പഠിക്കും. കാരണം ഈ പഠിക്കാൻ പോണ ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാ അറിയാമോ? ഒന്നാമത്തെ കാര്യം, വീട്ടുകാർ ജോലിക്ക് പോകാൻ പറയത്തില്ല. രണ്ടാമത്തെ കാര്യം, കയ്യിൽ ജോലിക്ക് പോയി കാശില്ലെങ്കിൽ വീട്ടുകാർ വണ്ടിക്കൂലിക്കും ഫുഡ് കഴിക്കാൻ കാശ് തരും. ഉച്ചയ്ക്ക് പെൺപിള്ളേരെ ഫുഡ് കഴിക്കാം, പെൺപിള്ളേരെ നോക്കാം, പെൺപിള്ളേരെ പിറകുന്നവരെ ശല്യപ്പെടുത്താം, പെൺപിള്ളേരായിട്ട് കറങ്ങാം. എത്രയൊന്നും ഇല്ല. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഈ വീട്ടുകാർ നമ്മളടുത്ത് പറയാം കുഞ്ഞല്ലേ പഠിക്കട്ടെ, പഠിക്കുന്ന പിള്ളേർക്ക് നാട്ടിലല്ലേ അതറിയാമോ. അങ്ങനെയൊക്കെ പോയെന്ന്. കഴിഞ്ഞ ദിവസം പറയുന്നത് ചാത്തന്നൂർ ഒരു കോളേജ് ഉണ്ട്, അവിടെ നല്ല പെൺപിള്ളേർ നമുക്ക് പോയി അഡ്മിഷൻ.
എന്നിട്ട് ജോലിക്ക് കയറുന്ന എങ്ങനെ? ജോലിക്ക് ഞാൻ ഇവിടെ എറണാകുളത്ത് വർക്ക് ചെയ്തോണ്ടിരുന്നായിരുന്നു, കമ്പനിയിൽ വർക്ക് ചെയ്തോണ്ടിരുന്നു. അവന്റെ അണ്ടറിലായിരുന്നു ആലപ്പുഴ മുഴുവൻ അല്ലേ? റിക് ലൈഫ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്തോണ്ടിരുന്നായിരുന്നു. അവിടെ ഒരു 20 ദിവസം വർക്ക് ചെയ്തുകൊണ്ട് നിന്ന് ഞാൻ ഓർഗനൈസറുടെ കയറിയായിരുന്നു. പിന്നെ ജൂനിയർ മാനേജറായി ഒരു 20 ദിവസം നിന്നായിരുന്നെങ്കിൽ എനിക്ക് പുതിയൊരു കമ്പനിയിൽ ഓഫീസിൽ ഇട്ടിട്ട് ആ കമ്പനിയിൽ ഓഫീസിൽ മാനേജർ ആവാൻ വേണ്ടി ഇരുന്നായിരുന്നു. 20 ദിവസത്തിന് 20 ദിവസം എന്റെ തലയിലൊന്നും എടുത്തിടരുത്. ഇദ്ദേഹം എന്നെ വിളിച്ച് ഇവ എന്നെ അങ്ങനെ കോൺടാക്ട് പണ്ട് കോൺടാക്ട് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വിളിക്കുന്ന വീഡിയോ കാണും. അങ്ങനെ ഇയാൾ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമുക്ക് കഴിഞ്ഞ വർഷം ഇതാണ് വിളിച്ചിട്ട് എടാ നമുക്ക് വീഡിയോ ചെയ്യണം, നീ ഫ്രീ ആണോ വീഡിയോ ചെയ്യാൻ? നീ ഫ്രീ ആകുമ്പോൾ ശനിയാഴ്ച ഇങ്ങോട്ട് പോകാൻ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയെങ്കിലും കമ്പനിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരെ ഫോൺ അങ്ങോട്ട് ഇട്ടിട്ട് മാനേജറിന്റെ റൂമിൽ എത്തുന്നിട്ട് നീ ലീവ് തരാത്തതിന് ലീവ് തരാൻ ഭയങ്കര സംസാരം. അങ്ങനെ സംസാരം അരി എന്ത് പറയുന്നത്, അരി കമ്പനിയാണോ? ഞാൻ പറഞ്ഞ കമ്പനി വേണ്ടതാ എന്ന് പറഞ്ഞ് നേരെ ബാഗ് കൊടുത്തിട്ട് കിട്ടിപ്പോയി. എന്തൊരു ലീവ് കിട്ടി? ഞാൻ പറഞ്ഞാൽ കിട്ടിയടാ. അപ്പൊ എന്ന് പോകണം? നമ്മൾ ജോലിയും കളഞ്ഞു. നിന്റെ അടുത്ത് ഞാൻ ഞായറാഴ്ച ഒരു ദിവസം വരാനല്ലേടാ പറഞ്ഞു. നീ എന്തിനാ ജോലി? അളി എന്റെ റൂം എവിടെ ഒരു ബാഗ് കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ ഇവിടെ തന്നെ. പിന്നെ ആദ്യം വീട്ടിലൊക്കെ ഭയങ്കര ഇതായിരുന്നു, ജോലിയൊക്കെ കളഞ്ഞപ്പോഴത്തേ വീട്ടിലെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടുകാർക്കും എല്ലാവർക്കും കുഴപ്പമില്ല, ഓക്കെ ഓക്കെ. പണ്ട് ജോലിക്ക് പോത്താന്നായിരുന്നു വിളിക്കുന്നത്. ഇപ്പൊ യൂട്യൂബ് വീഡിയോ ചേട്ടനല്ലേ എന്നൊക്കെ പറഞ്ഞല്ലോ. സോ എന്നോട് വീഡിയോ ചേട്ടൻ യൂട്യൂബ് വീഡിയോ അങ്ങനെയൊക്കെ. പണ്ട് ജോലിക്ക് പോത്ത കള്ളൻ ജോലി കള്ളൻ. നേരത്തെ പറഞ്ഞ ഈ ആനക്കഥ എന്താ? ആനക്കഥ എന്ന് വെച്ചാല് ഈ ആനകളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടേക്ക് ആനകളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ ഭയങ്കര ഇത്രയും വലിയൊരു ജീവിയെ ഒരു ചെറിയൊരു അണ്ണൻ ചെറിയൊരു കമ്പ് കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര മാസമായിട്ട് തോന്നി. ഈ അണ്ണന്മാരൊക്കെ വന്ന് ഇങ്ങനെ തലേ ആന കാട്ടിക്കണം ചെറിയ കമ്പ് കൊണ്ടുവരുന്നു. അപ്പം എനിക്കൊരാഗ്രഹം പഠിക്കാൻ പോയായിരുന്നു. അങ്ങനെ ഞാൻ ഈ പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ അങ്ങനത്തെ ഒരു കോഴ്സ് ഒന്നും പറഞ്ഞ് നേരെ പോയി രണ്ടിടത്ത് പോയി. അതുകൂടെ പോയി കുറച്ച് ആൾ നിന്ന് അങ്ങനെ വീട്ടിൽ പൊക്കി തിരിച്ചുണ്ടാക്കി. വീണ്ടും വേറെ എന്തൊരു കോഴ്സ് പറഞ്ഞു പറഞ്ഞ് വീണ്ടും പോയി ആനപ്പണി പഠിക്കാൻ വേണ്ടി. അങ്ങനെ പോയി ആനപ്പണി അത്യാവശ്യം പഠിച്ച് പിന്നെ ഒരു ചേട്ടൻ്റെ ആന കൂടെ പോയി നിന്ന് അങ്ങനെ പിന്നെ ചേട്ടൻ്റെ കൂടെ തന്നെ രണ്ടാമനായിട്ട് കയറി. അങ്ങനെ പിന്നെ ഒരു ആനയൊക്കെ അഴിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ പരിപാടി എടുത്തുകൊണ്ട് വീട്ടിൽ പൊക്കി. പിന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ആനയെ അഴിച്ച് ഒറ്റയ്ക്ക് കൊണ്ടുപോകണം. ഒരു ആനയെ അഴിച്ചിട്ട് ഒറ്റയ്ക്ക് ഒരു ഉത്സവപ്പറമ്പിൽ കൊണ്ടുപോയി നിർത്തണം. ഞാനും എനിക്ക് മാസം കാണിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് കൊണ്ടു നിർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ആഗ്രഹമൊക്കെ സാധിച്ച് ഉപേക്ഷിച്ചു. വീട്ടിലെന്ത് വേണമെന്ന് വന്നിരിക്കും. നമ്മൾ വിചാരിക്കുന്ന വീട്ടുകാരുടെ അടുത്ത ഉത്സവത്തിന് വരുന്നത്. ഞാൻ കൊല്ലത്തുള്ള ആനകളല്ല, ഞാൻ വേറെ നാട്ടിലുള്ള ആനകൾക്കാണ് പോകുന്നത്. അപ്പൊ വീട്ടുകാർ വരുന്നതെന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാനിവിടെ തൃശ്ശൂര്, എറണാകുളം, ഇടുക്കി അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ വർക്കല. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് ഇവിടെ ആലപ്പുഴ അടുത്തൊരു പരിപാടി വന്നായിരുന്നു ആനയെ കൊണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഞാൻ ലോറിക്കകത്ത് ആന കയറ്റിയപ്പോൾ എൻ്റെ എവിടെയാണെന്ന് പറഞ്ഞില്ല. ഞാൻ ആന ലോറിക്കകത്ത് കയറ്റി വണ്ടിക്കകത്ത് കിടന്ന് തുടങ്ങി. രാവിലത്തെ ഉത്സവപ്പുറം എത്തി. ഞാൻ ആനയൊക്കെ അഴിച്ച് കുളിപ്പിച്ചൊക്കെ നിർത്തി ഇങ്ങനെ നിൽക്കാൻ നേരത്ത് ഇത് കണ്ട് നല്ല പരിചയമുള്ള സ്ഥലം എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ എന്താണ് പരിപാടി? വൈകിട്ടുള്ള പരിപാടി. അപ്പോൾ ഞാൻ തങ്ങളെ കയറ്റി ഇങ്ങനെ നിൽക്കാത്ത ഫ്രണ്ട് ഒരാൾ വന്നിരിക്കുന്നു. ഇയാൾ ഇവിടെ കണ്ടത് പരിചയമില്ല, അച്ഛനായിരുന്നു. ആന എവിടെ കെട്ടിയെന്ന് വെച്ചാൽ ആന ഞാൻ കെട്ടണം. അപ്പൊ അച്ഛൻ ഭയങ്കര ഭയങ്കര സീൻ. അപ്പത്തേക്ക് ഒന്നും ഒന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ ചെറിയ അടയ്ക്കാൻ വരാം അങ്ങനത്തെ ഒരു കെട്ടിയും കൊടുത്തി. ആദ്യത്തെ കഥയിൽ ജ്യൂസ് ഇടായിരുന്നു. പിന്നെ വാഴയാ ഈ പടയ്ക്കാൻ ഫ്രണ്ടിലൊരു വാഴ, ഫ്രണ്ടിൽ 2 കാല് ബാർ ചെയ്തിട്ട് വാഴയ്ക്കകത്തും കെട്ടി ബാക്കിലത്തെ അടയ്ക്കാൻ പറ്റിലും കെട്ടി. ഞാൻ പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞു പോയി. ആനടുത്ത് പറഞ്ഞപ്പോ ഞാൻ പോവാന്ന് ആശാനെ കാണാമെന്ന് പറഞ്ഞേക്കണേന്ന്. വീട്ടിലാരൊക്കെ ഉള്ളത്? ഇപ്പൊ വീട്ടിൽ അച്ഛനും അമ്മയും ചേച്ചി ഉണ്ടായിരുന്നു മാരേജ്. എന്റെ ഉമ്മച്ചി വാപ്പിച്ചൊക്കെ ഉണ്ട്. അവരിപ്പം പുറത്താ, ഞാൻ ഒറ്റയ്ക്കുള്ള കിട്ടി. പിന്നെ ഇവരെല്ലാം ഉണ്ട്. ഞാൻ ഇവിടെ തന്നെ. അപ്പൊ നമ്മുടെ അനസിന്റെ കണ്ടന്റ് കേൾക്കണം. അനസിന്റെ കഥന കഥ കേൾക്കണം. എന്തിന്? അനസിന്റെ ട്രെയിനിന്റെ കഥന കഥ കൊണ്ട് പറ. അനസ് അത് പറഞ്ഞേ പറ്റൂ. ട്രെയിനിലെ കഥ പറ. ട്രെയിനിലെ കഥ പറ. ഞാൻ ഒന്നുമില്ല, നല്ല റിലയൻസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് എനിക്ക് ചെന്നൈയിലോട്ട് കിട്ടി. ചെന്നൈയിൽ. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ മേലുള്ള കുറച്ച് ഓഫീസറാണ്. അപ്പോൾ പുള്ളിക്കാരുമായിട്ട് വന്നിട്ട് ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു, മീറ്റിംഗ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും പുള്ളി ഒരു റൂമിലായിരുന്നേ. അങ്ങനെ പുള്ളി വന്നിട്ട് പുള്ളി ആൻസർ കയറി പിടിച്ചു. അത്രേ ഉള്ളു. ആൻസർ ഇറങ്ങി ഓടി. അങ്ങേരന്നെ വയറ് അങ്ങേരന്നെ കുടവരെ കൊണ്ട് തട്ടിച്ചു.
ഞാൻ ഇരിക്കുന്നത് രാത്രി കിടക്കായിരുന്നു. അപ്പൊ ആളിങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും നോക്കി ഫസ്റ്റ് ഡേ പോയിട്ട് എന്റെ കൂടെ സഹകരിച്ചാൽ നീ നാളെ റിലയൻസിന്റെ റീജിയണൽ മാനേജർ. അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി. ഞാൻ ആദ്യം പേടിച്ചു പോയി. എനിക്കാണെങ്കിൽ അവിടുത്തെ വലിയ പ്രായമല്ല കേട്ടോ എനിക്കത് 10-20 വയസ്സൊക്കെ ഉള്ളൂ. പക്ഷേ ഞാൻ പേടിച്ചു പോയി. ഞാൻ അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് എൻ്റെ കയ്യിൽ വണ്ടിക്കൂലിയൊന്നുമില്ല. അപ്പോൾ ഉള്ളതെല്ലാം വെച്ചിട്ട് ഞാൻ മറ്റേ ചെന്നൈയിലോട്ട്. അപ്പം മറ്റേ ജല്ലിക്കെട്ടിൻ്റെ എന്തോ ഒരു വിഷയം കണ്ട നടക്കുക കണ്ട. അപ്പോൾ ട്രെയിൻ മൊത്തം മറ്റേ ആൾക്കാരൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ രാവിലെ ഇറങ്ങിയ രാത്രിയായിട്ടും ഇങ്ങനെ എത്തിയില്ല, കേരളത്തിൽ എത്തിയില്ല. അപ്പം ക്യാൻസൽ ചെയ്തപ്പോൾ റീഫണ്ട് കിട്ടി ക്യാഷ്. അപ്പം ഞാനൊരു ട്രെയിൻ അങ്ങോട്ട് പോകുന്നു. ഈ റോഡിൽ നിന്നിട്ടേ തിരിച്ചിങ്ങോട്ട് ട്രെയിനുള്ളൂ. അപ്പം ഞാൻ ചാടി ട്രെയിനകത്തും കയറി. ഞാൻ അറിഞ്ഞില്ല റിസർവേഷൻ ചെയ്ത് പോകുന്ന ട്രെയിനാണ്. TTR എന്ന് വെച്ച് തമ്പി ടിക്കറ്റ് കൊടു. ടിക്കറ്റ് ഇല്ല സാർ. എന്നെ കുറേ 6 വട്ടമുണ്ടോ പഠിച്ച് പയ്യൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വഴക്കൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു എൻ്റെ ഉള്ളെല്ലാം നുള്ളിപ്പറയി കൊടുത്ത്. സാറേ 200 എന്ന് വെച്ച് 200. ഞാൻ പറഞ്ഞു സാറേ കേരളത്തിൽ പോയി എൻ്റെ കാശില്ല എന്ന് പറഞ്ഞു. അത് കേട്ടെന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ 2 ചേച്ചിമാർ അവിടെ നിന്ന് മലയാളം പറയുന്നു. ഒരാൾ കണ്ണൂരിന് തിരുവനന്തപുരത്തും കണ്ടുള്ള അവരങ്ങോട്ട് പോവുക. അപ്പം ഞാൻ ഇങ്ങനെ എന്നിട്ട് ചേച്ചി എനിക്ക് അങ്ങോട്ട് പോരെ ടിക്കറ്റ് എടുത്ത് തരുമോ, ഞാൻ അവിടെ നിന്ന് അയച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇതിലേക്ക് അയച്ചു കൊടുത്തൊന്നുമില്ല കേട്ടോ. ആ ചേച്ചി ഈ വീഡിയോ കാണുന്നതാണെങ്കിൽ ചേച്ചി നമ്പർ ഗൂഗിൾ പേടെ ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ നമ്പർ. അങ്ങനെ ഒരു റോഡിൽ നിന്ന് ഇറങ്ങി ആദ്യം ഫുഡ് വേണമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അല്ല നമ്മൾ കഴിക്കാം. ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ ഒന്നും കൂടെ വിളിച്ചായിരുന്നെങ്കിൽ പോകായിരുന്നു, വിശപ്പൊക്കെ ഇല്ലെന്നൊക്കെ പറഞ്ഞിരുന്നേ. രാവിലെ ഇറങ്ങിയതാ വിളിച്ചിട്ട്. അപ്പം പിന്നെ വെച്ച് അപ്പോൾ പിന്നെ ഒരു മിനിറ്റ് മോനെന്ന് വിളിച്ചപ്പോഴേ ഞാനേ ചെന്ന് പൊറോട്ട ഒരു എന്താണ് കഴിക്കാൻ. ഞാൻ പറഞ്ഞു അങ്ങനൊന്നുമില്ല, എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ മതി, ലൈറ്റായിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ 3 പൊറോട്ട കൊണ്ട് വെച്ച് അവർക്ക് 3 പൊറോട്ട ഉണ്ട്. കറി വരുന്നതിന് മുമ്പ് 3 പൊറോട്ട ഞാനത് തിന്നി കൊടുത്തു. അപ്പോൾ അവനെ മുഖത്ത് നോക്കിയിട്ട് ഒട്ടും വിശപ്പില്ലല്ലേ. ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ ഉള്ളായിരുന്നു വിശപ്പെന്ന് പറഞ്ഞു. അവർക്കുണ്ടായിരുന്നു ഫുഡ്. പിന്നെ അങ്ങനത്തെ അവർ സമയത്ത് സഹായിച്ചു. അങ്ങനെ തിരിച്ച് ഞാൻ ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു വന്നാ ഞാൻ എവിടെ പോയാലും പെട്ടെന്ന് വരും. ഇപ്പം ഇങ്ങനെ കുറച്ച് ഇവിടെ ഇവരോട് കുറേ നേരം ഇരുന്നാലും പിന്നെ എന്നെ കാണത്തില്ല. ഞാൻ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയിരിക്കും. അങ്ങനെ പോകണമെങ്കിൽ ഒറ്റയ്ക്കാണ് പോകുന്നത്. ട്രാവൽ ചെയ്യുന്നതായാലും അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എനിക്കതൊക്കെ ഇഷ്ടം. മറ്റേ രാത്രി പോയി കളയാം. പിന്നെ കഴിഞ്ഞ ദിവസം വെട്ടാട് പള്ളി ഇരിക്കുന്നു വിളിച്ചപ്പോൾ ഞാനും കൂടെ വന്നു. എന്തിനാ ഞാനും കൂടെ അവിടെ പായസം കിട്ടുമെന്ന് അറിഞ്ഞില്ലേ, അങ്ങനെ വന്നത്. അവിടെ പോയി മെഴുകുതിരിയൊക്കെ എത്തിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്നു. അവിടെ അടുത്ത് ബീച്ചൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങി, ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് ഒന്ന് ഉറങ്ങി. അങ്ങനെ എവിടെയെങ്കിലും പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോവും. അങ്ങനെ അമ്മമാരങ്ങനെ പുറത്തുനിന്ന് എല്ലാവരും അകത്ത് തന്നെ ആയതുകൊണ്ട്. ഇനി നമുക്കൊരു ഗെയിമിലേക്ക് അടുക്കാം. ഈ ഗെയിം എന്ന് പറയുന്നത് ഞാൻ കുറച്ച് നിങ്ങൾ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഇതിൽ നിങ്ങൾ ലോട്ട് എടുത്തിട്ട് ഓരോരുത്തർക്കും ഓരോ ടാഗ് കൊടുത്തിട്ടുണ്ട്. ഈ ടാഗ് ആർക്ക് സ്യൂട്ട് ആവുന്നുള്ളത് നിങ്ങൾ പറയണം. ഓക്കെ ഫസ്റ്റ് ഞാൻ എടുക്കണം അല്ലേ? കള്ളൻ പോലീസന്മാർ. ഓക്കെ അടുത്തത് അനുസരിക്കാം. ഞാൻ തന്നെ നിങ്ങൾ സംഭവിക്കുന്നത് ഇമോഷണൽ സ്റ്റാറാ. എനിക്ക് കാണുന്ന ജോബൊക്കെ ഉള്ളൂ. കാണാൻ ഞാൻ നോക്കാം. അടുത്ത എന്റെ ടേണാ. ഇങ്ങനെ ഒരാളെ നമ്മുടെ കൂട്ടത്തിൽ ഇല്ല. ഇല്ല ഉപദ്രവകാരികളായിട്ട് ആരുമില്ല. പിന്നെ ഈ എല്ലാരും ഉപദ്രവകാരികളല്ല. എല്ലാ കള്ളന്മാരും ഫ്രീക്കൻ. നമ്മളവിടുത്തെ ഫ്രീക്കന്മാരില്ല. ഓ അടിപൊളി ഡ്രസ്സിംഗ് സെൻസ്. ശ്യാം കണ്ടിട്ടുള്ളത് നെഗറ്റീവ് ഇല്ല. നമ്മളതിനകത്ത് നെഗറ്റീവ് പറയുന്നതൊന്നുമില്ല. കണ്ടന്റ് ആയാലും ബേസ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും പരസ്പരം സപ്പോർട്ടാണ്. നെഗറ്റീവ് ബേസ് ഒന്നും നമ്മളില്ല. രാത്രി 2 മണിക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ എല്ലാം ഇറങ്ങി വരും. അങ്ങനത്തെ ഒരു കാര്യം. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഭയങ്കര പോയത്തിലാണ്. ഒരിക്കലില്ല. ഞങ്ങൾ ഒരുപാട് ഫിൽറ്റർ ചെയ്ത് ഒരുമിച്ച് കൂടിയ ആൾക്കാർ.
നീയാ എടുത്തത് അത് തുറന്നു നോക്ക്. ഇത്തിറൊക്കെ എഴുതി വെച്ചേക്ക് പിടിച്ചേ. കിട്ടിയതാ. പാരയൊന്നും ഇല്ല നമ്മളെ കൂട്ടത്തിൽ. ആരല്ലേ? ആകെ 5 പേരുണ്ട്. അതിനകത്ത് എങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പാര വയ്ക്കുന്നത്? എന്തുവാ മറ്റേന്ത് പറയുന്നത്? ഒരാൾ പോകുമ്പോ അപരാധം പറയച്ചില് അതെല്ലാവർക്കും ഉണ്ട്. അപ്പൊ സോഹനെ കുറിച്ചുള്ള ഒരു കുറ്റം പറയും ഹരി. അടുത്തുണ്ട്. നിങ്ങളെല്ലാം അങ്ങോട്ട് മാറിയെന്ന് പറ, നമുക്ക് സംസാരിക്കാം. പറ കുറ്റം പറ. കുറ്റം പറയാൻ അടുത്തിരിക്കുമ്പോൾ ആരും കുറ്റം പറയാറില്ല. വൈലോപ്പള്ളി എന്നൊക്കെ എഴുതിയേക്കുന്നത് വൈബോളി. വൈബോളി വൈബ് ഹരി ഭയങ്കര വൈബാ. ഒരു രക്ഷയില്ലാത്ത വൈബാ. ബോധം കാണത്തില്ല. പിന്നെ അനസിക്കാക്ക് വൈബില്ല. അനസിക്ക് ഉറക്കുവാ. പിന്നെ തുറക്കട്ടെ, നീ തുറക്കട്ടെ. വസന്തം. അയ്യോ കറക്റ്റ് പേപ്പർ കറക്റ്റ് ആക്കി ഇട്ടുന്ന്. ഞാൻ ചേട്ടാ മറ്റേ ഇല്ല, നീ നടന്ന കാര്യമൊക്കെ പറയാ, സ്കൂളിൽ നടന്ന കാര്യം പറ. ഞാൻ അത് പറ. നമ്മുടെ ഒരു ഫ്രണ്ടിനെ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞോണ്ടിരിക്കും, നിങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ ഒരു മലയും കുന്നും പുഴയൊക്കെ കടന്നാ പോയി പഠിച്ചത്. അപ്പൂമ്മമാര് പറയുന്നുണ്ടെങ്കിൽ ഇത് പറയുന്നു. ഞാൻ അങ്ങനല്ല, ഞങ്ങൾ ഇപ്പോൾ പിള്ളേർക്ക് ഭയങ്കര സൗകര്യമാണ്. ഞങ്ങൾ പഠിക്കുമ്പോഴേ ഈ വയലുണ്ട്, വെള്ളത്തിൽ കൂടെ ഒക്കെ നടന്ന് കാണും, പാൻറ്റൊക്കെ ആ ചെക്കൻ പറയാം എൻ്റെ അപ്പൂപ്പനും ഇതേപോലെ പറയായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. നിഷ്കു കണ്ടിട്ട് എങ്ങനെ നിഷ്കു എന്ന് പറയാ? കാണുമ്പോൾ ഒരു പയ്യന് കാണുമ്പോൾ തോന്നും സൽമാൻ, കാണുമ്പോൾ തോന്നും. പക്ഷേ കഥകൾ പറയണ അല്ല, എന്തെങ്കിലും ആരത്തെങ്കിലും എന്തെങ്കിലും കള്ളം പറയണമെങ്കിൽ ഇവന്റെ കൊടുത്താൽ മതി. ഇവൻ നൈസായിട്ട് പറഞ്ഞു തരും. കള്ളം എന്താന്ന് പറയണ്ട, അവനങ്ങ് ഉണ്ടാക്കി പറഞ്ഞോളൂ. ഞാൻ കണ്ടായിരുന്നു. ഇതൊക്കെ എവിടെ ഇങ്ങനെ ഇറങ്ങിയത്? ഇത് റിലീസ് ചെയ്ത് ആ കഥയെന്ന് പറയടാ. കരയിച്ചിട്ടുണ്ട്. വാരണായിരം കഥ ഒരു പെങ്കൊച്ചിനെയല്ല, എല്ലാ പെങ്കൊച്ചിനെയും ഇപ്പൊ പുറത്തോട്ടിറങ്ങുമ്പോൾ നിങ്ങളെ കരയിപ്പിച്ചു. പക്ഷേ ഇപ്പൊ പുതിയ കഥ ഏതാ? ഇപ്പൊ ഞാൻ നോക്കാറില്ല കഥകളൊന്നും. പുഷ്പ പിടിച്ചായിരുന്നു. പുഷ്പരാജ് അല്ല, ചന്ദ്രനൊന്നും അതൊക്കെ ആരും വിശ്വസിക്കും. ബുദ്ധിയുള്ളവന്മാർ ബുദ്ധി ഇല്ലാത്തവന്മാർ വിശ്വസിക്കില്ല. വിശ്വസിച്ചില്ലേ? പിന്നെ ഉടായ്പ പറഞ്ഞാ പുഷ്പ 2 കണ്ടിട്ട് അളിയ സൂപ്പർ പടം, വാളിയെ കാണാളിയ എടാ ഭയങ്കര റിവ്യൂ, ഭയങ്കര മോശം. എടാ എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾ ഈ പടം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ പൈസ ഞാൻ തരുമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. എന്നിട്ട് ആ പടം കണ്ടിരുന്ന് ആ പടത്തിലുള്ള സകല ആൾക്കാർ ഇവൻ തന്നെ കളിയാക്കുന്നു തിയേറ്ററിലിരുന്ന്. അടുത്ത തുറക്കട്ടെ. കോഴി ഇതിപ്പോ ആരാ ഇത് മേളിലോട്ട് എടുത്ത് എറിയ ആരെ തല വീട് നോക്കാൻ ഇല്ല അതിനകത്ത്. അല്ല, നിങ്ങൾ കോഴിത്തരം കാണിച്ചിട്ടുള്ള എന്തെങ്കിലും അബദ്ധം? കോഴിത്തരം കാണിക്കാൻ പറ്റുന്നില്ല ഇപ്പം. ഭയങ്കര കഷ്ടപ്പാടാ കോഴിത്തരം കാണിക്കാൻ. നല്ല പിള്ളേർക്ക് കൊടുക്കും. നമ്മുടെ ഗെയിം നല്ല രീതിയിൽ അവസാനിച്ചു. ആരും അടിയുണ്ടാക്കി. നമ്മളെ കൂടെ ഇരുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ബാഡ് എക്സ്പീരിയൻസും നല്ല തമാശ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഹരിയാണ് ഞാൻ സ്കോർ ചെയ്തത്. ഹരിയാണെ കുറെ സ്റ്റോറീസ് മേക്ക് ചെയ്ത് പ്രേമ കഥയൊക്കെ എടുത്തിട്ട് സ്വന്തം ലവ് സ്റ്റോറി പോലൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് എന്റർടൈൻ ചെയ്യിച്ചു. അപ്പോൾ എല്ലാവർക്കും നന്ദി. ബട്ട് വൈ എന്റർടൈൻമെന്റ്സിന്റെ ഈ എപ്പിസോഡിൽ വന്നതിന് ഒരുപാട് നന്ദി. ഇനിയും നല്ല ക്രിയേറ്റീവായിട്ടുള്ള കണ്ടന്റുകൾ തന്ന് 1 മില്യൺ 2 മില്യണും ഒക്കെ അടിച്ച് സൂപ്പർ ആയിരിക്കട്ടെ എന്ന് പറയുന്നത്. നമ്മളെയും ഇതിലേക്ക് ക്ഷണിച്ചതിന് താങ്ക് യു. എന്താടാ ബട്ട് ബൈ എന്റർടൈൻമെന്റിന് ഞങ്ങളുടെ വക നന്ദി അറിയിച്ചോളുന്നു. പിന്നെ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുക, ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. അപ്പം താങ്ക് യു, വിളിച്ചതിന് നന്ദി. നമസ്കാരം. കേരള ഫയർഫോഴ്സിന്